Hi friends, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോപ്പകുമാർ ടി പി ആണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യാറുള്ളത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന, ₹1 ചിലവില്ലാതെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന 5 ബിസിനസ് ആശയങ്ങളെക്കുറിച്ചാണ്. ഈ ഓരോ ബിസിനസ് ആശയങ്ങളും ഓരോ കാറ്റഗറിയിലാണ് പെടുന്നത്. ഓരോ ടൈപ്പ് ആൾക്കാർക്കാണ് വളരെയധികം സ്യൂട്ടബിൾ ആവുക. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബിസിനസ് ആശയം ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുത്. കാരണം 5 ബിസിനസ് ആശയങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കുന്നില്ല. വെൽക്കം ടു വീഡിയോ. നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളൊരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു, നമ്മൾ ത്രൂ സെയിൽ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ തരുന്നതാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇത് ഓൾറെഡി ഒരുപാട് ആൾക്കാർ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കുറിച്ച് പറഞ്ഞപ്പം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട ക്ലാസ്സും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതിനെക്കുറിച്ച് അവർക്ക് വേണ്ട ക്ലാസ് നമ്മൾ തീർച്ചയായിട്ടും വെക്കുന്നതാണ്. അപ്പം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് നമ്മൾ ഒരു ഐഡിയ പറഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് ബിഗ് ടിക്കറ്റ് ആയിട്ടുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം, ഒന്ന് ലോ ടിക്കറ്റ് ആയിട്ടുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. ലോ ടിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ലിങ്ക് വഴി ഒരാൾ കയറിയിട്ട് ഒരു പർച്ചേസ് നടത്തണമെങ്കിൽ അതുവഴി കിട്ടുന്നത് ചെറിയൊരു പെർസെൻറ്റേജ് കമ്മീഷൻ ആയിരിക്കും. അപ്പോൾ അതിനാണ് ലോ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വോളിയം സെയിൽസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇനി ബിഗ് ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും എക്സ്പെഷ്യലി നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡാണ് സെയിൽ ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് സെയിൽ ചെയ്ത് ഒരു ക്രെഡിറ്റ് കാർഡ് ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ 2000 മുതൽ 3000 രൂപ വരെ കമ്മീഷനായിട്ട് കിട്ടും. അങ്ങനെ ഒരു 10 ഒരു മാസം സെയിൽ ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് 30,000 റുപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. ഇതും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. കാരണം നിങ്ങൾ വഴിയാണ് ഒരു വ്യക്തി ക്രെഡിറ്റ് കാർഡ് വാങ്ങുന്നത്. അപ്പം ഇതാണ് ലോ ടിക്കറ്റ് ബിഗ് ടിക്കറ്റ് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇത് ഏതൊക്കെ രീതിയിൽ ചെയ്യാം? നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ലോ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ഷോപ്സി ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് എല്ലാ ഫ്ലിപ്കാർട്ടും ആമസോണും അതേപോലെ മിന്ത്ര, അജിയോ, ടാറ്റയുടെ കമ്പനീസ് വരുന്നത്, ക്രോമ അതുപോലത്തെ കമ്പനീസൊക്കെ വരുന്നത് എല്ലാം ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഏൺ കറവും യൂസ് ചെയ്യാം. ഇതിനെക്കുറിച്ചൊരു ഡീപ്പായിട്ടുള്ള വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഹൈ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹൈ ടിക്കറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ബിഗ് ടിക്കറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, വെബ്സൈറ്റ് ഹോസ്റ്റിംഗ്, വെബ്സൈറ്റ് സെയിലുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാം. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞ ഈ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് മാത്രം ചെയ്യുന്ന ഒരു ഗ്രോമോ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. ഇനി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിരിക്കണം. നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാവണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ കേൾക്കണം. അത്തരത്തിലൊരു ഫാൻ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് സെഗ്മെൻറ്റിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെഗ്മെൻറ്റിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ അഫിലിയേറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഇതിന് ടൈം ഡ്യൂറേഷൻ, ഡേ 1 തന്നെ നിങ്ങൾക്ക് റവന്യൂ കിട്ടണമെന്നില്ല. ഒരു സർട്ടൻ പീരീഡ് ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കണ്ടൻറ്റുകൾ ആൾക്കാർ കൺസ്യൂം ചെയ്യും. ആ കണ്ടൻറ്റുകളിൽ നിന്നുമാണ് നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വരുമാനം ഉണ്ടാകുന്നത്. എസ്പെഷ്യലി ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മെത്തേഡ് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. ഇതാണ് നമ്പർ 1. ഇനി നമ്പർ 2 നമ്മൾ പറയുകയാണ്. നമ്പർ 2 നമ്മൾ പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഡയറക്റ്റ് സെല്ലിങ്ങിന് ഒരു ഇൻഡസ്ട്രിയുടെ പ്രത്യേകതയുണ്ട്. അടുത്ത് അപ്കമിങ് ഇപ്പോൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ഒരു ഗ്രോത്ത് ഫേസിലാണ്. മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്താണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് അറിയാനും ഒരുപാട് സ്കാമുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പേടിയായിരുന്നു. ഇപ്പം ഈ പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഒരു വീട്ടിൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇവിടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ലോ ടിക്കറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മുതൽ ഏറ്റവും ഹൈ ടിക്കറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വഴി നമ്മൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ വാങ്ങുന്ന പർച്ചേസിങ് ഹാബിറ്റിൽ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെയധികം കൂടുതലാണ്. കാരണം ഈ ഡയറക്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് കമ്പനി നമ്മൾക്ക് തന്നെ അതിൻ്റെ കമ്മീഷൻ തരുന്നത് മൊത്തമായിട്ടാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് കമ്പനീസ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കമ്പനിയാണ് നെറ്റ്സർഫ്. ഇത് 2-3 കാര്യങ്ങൾ കൊണ്ടാണ് നെറ്റ്സർഫ് നല്ല കമ്പനിയാണെന്ന് പറയാൻ കാരണം ഇവർ ഫോക്കസ് ചെയ്യുന്നത്, ഇവരുടെ മെയിൻ പ്രൈമറി ഫോക്കസ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെഗ്മെൻറ്റിലാണ്. അഗ്രികൾച്ചർ സെഗ്മെൻറ്റിന് എന്ത് പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ലോകം കംപ്ലീറ്റ് ഓർഗാനിക് ഫാമിങ്ങിലേക്കും ബയോ ഫാമിങ്ങിലേക്കും ജൈവ കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ജർമ്മൻ നാനോ ടെക്നോളജീസും അല്ലെങ്കിൽ ഇസ്രായേലി കൃഷി രീതികളൊക്കെ, കൃഷി ടെക്നോളജീസൊക്കെ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന വളരെ വളരെ സൂപ്പറായിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് ഫാം അല്ലെങ്കിൽ കൃഷി പ്രൊഡക്റ്റുകളാണ് ഇവരുടെ മെയിൻ സംഭവം.
അപ്പോൾ ഈ നെറ്റ്സർഫ് എന്നുള്ള കമ്പനി 22 വർഷം മുമ്പ് തുടങ്ങിയ കമ്പനിയാണ്. അജയ് ബയോടെക് എന്നുള്ള കമ്പനിയും അതേപോലെ തന്നെ നെറ്റ്സർഫ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള കമ്പനിയൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ വൺ ഓഫ് ദ സബ്സിഡറി കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. കോവിഡ് കാലത്ത് നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചിലപ്പം RT-PCR ചെയ്തിട്ടുണ്ടാവും. അപ്പം RT-PCR അപ്രൂവൽ കിട്ടിയിട്ടുള്ള കോവിഡ് സമയത്ത് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ലോ കോസ്റ്റിൽ RT-PCR കിറ്റ് ഇറക്കിയിട്ടുള്ള ഒരേ ഒരു കമ്പനി നമ്മുടെ ഈ നെറ്റ്സർഫിൻ്റെ കമ്പനിയാണ്. തന്നെ അണ്ടറിൽ വരുന്ന ഒരു സബ്സിഡറി കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ക്യാപ്പബിലിറ്റി ഉള്ള ഒരു കമ്പനി സാധാരണ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ റേഞ്ച് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സൂപ്പർ റിസൾട്ടാണ്. ഞാൻ ആക്ച്വലി ഒരുപാട് റിസൾട്ടുകൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഫ്രൂട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ഫ്രൂട്ടാണ്. ഈ കോസ്റ്റ്ലി ഫ്രൂട്ട് നമ്മൾ അതിനകത്ത് പറയുന്ന ഒരു പ്രൊഡക്റ്റ് സ്റ്റെം റിച്ച് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ്. വളരെ ഒരു കർഷകരുടെ രീതിയിൽ അദ്ദേഹത്തിനും റിസൾട്ടാണ് ആവശ്യം. അപ്പോൾ കർഷകർക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് ആക്ച്വലി എന്താ പറയണ്ടേ, അവർ ഒരു തവണ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വീണ്ടും എല്ലാ തവണ എടുക്കുന്ന വിളവുകളിലും ഈ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊരു സൂപ്പർ ബിസിനസ് ആശയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, നിങ്ങൾക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങാം, അതൊക്കെ. അതിനുശേഷം നിങ്ങളൊരു കസ്റ്റമറെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർ വാങ്ങാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഡയറക്റ്റ് സെല്ലിംഗ് ആവുകയും ആ ഡയറക്റ്റ് സെല്ലിംഗ് വഴി നിങ്ങൾക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്ക് വഴിയും ഇൻകം ക്രിയേറ്റ് ചെയ്യും. ഇതിനകത്ത് തന്നെ 3-4 ടൈപ്പ് ഓഫ് പ്രോഫിറ്റുകളുണ്ട്. റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇൻകം പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇവർ വളരെ കൃത്യമായിട്ട് എന്താണ് നെറ്റ്സർഫ്, ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്, കേരളത്തിൽ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്, ഏലം കൃഷി ചെയ്യുന്ന ആൾക്കാരും ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്ന ആൾക്കാരും വെജിറ്റബിൾ കൃഷി ചെയ്യുന്ന ആൾക്കാരും തെങ്ങ് കൃഷി ചെയ്യുന്ന ആൾക്കാരും കവുങ്ങ് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റേഞ്ച് ഓഫ് പ്രൊഡക്റ്റാണ്. അതുമാത്രമല്ല ഇത് ഹൈ ടിക്കറ്റിലേക്കാണ് പോകുന്നത്. കാരണം എന്താണ്, വീട്ടിൽ ഉപയോഗിക്കുന്ന 1-2 സാധനങ്ങൾ മാത്രമല്ല, ഹ്യൂജ് ക്വാണ്ടിറ്റി. കൃഷി ചെയ്യുന്ന ആൾക്കാർ ഹ്യൂജ് ക്വാണ്ടിറ്റി വാങ്ങും. ഹ്യൂജ് ക്വാണ്ടിറ്റി വാങ്ങുന്ന സമയത്ത് ഹ്യൂജ് കമ്മീഷൻ ആയിരിക്കും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റും ഈ ഒരു സെഗ്മെൻറ്റ് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഹ്യൂജ് ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ സെഗ്മെൻറ്റാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഇനി മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ അതേപോലെ തന്നെ ഉള്ളൊരു വേറൊരു ഐഡിയ ആണ്. അപ്പോൾ ഇവിടെ പ്രദേശത്തിൽ നിങ്ങൾക്കൊരു സ്കില്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ നിങ്ങൾക്ക് സെല്ല് ചെയ്തുകൊണ്ട് എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിനെ മറ്റൊന്നുമല്ല, ഇതിനെ പറയുന്നത് ഓൺലൈൻ കോച്ചിങ് നിങ്ങൾ വിളിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ എന്ന് വിളിക്കാം, ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് വിളിക്കാം. ഇതും വളരെയധികം ഭൂമി ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ്. നിങ്ങൾക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആകെ വേണ്ടത് നിങ്ങൾക്കൊരു ക്യാമറയാണ്. ഈ ക്യാമറയും വളരെ നല്ല നീറ്റായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടൻറ് ക്രിയേഷൻ സെഗ്മെൻറ്റിലേക്ക് കിടക്കാം. കണ്ടൻറ് ക്രിയേഷനകത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്. നിങ്ങൾ പറയുന്ന കണ്ടൻറ്റുകൾക്ക് ഒരു കൺസ്യൂം ചെയ്യാൻ ഒരു ഓഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും വരുമാനം ഉണ്ടാക്കാം. യൂട്യൂബ് ചാനൽ വഴി വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കൺസിഡർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ അറിയാം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കാനുള്ള കഴിവുമുണ്ട്. അതിനുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. നിങ്ങൾ 1-2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ആ വീഡിയോ എല്ലാം കമ്പൈൻഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, വളരെ ദൂരത്തിരുന്ന ഒരാൾക്ക് അത് കൺസ്യൂം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബിസിനസ് നടക്കുകയാണ്. ഇതിനെയാണ് കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുക. ഇനി മറിച്ച് നിങ്ങൾക്കൊരു കഴിവുണ്ട്, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിപ്പിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ചെഗ് പോലുള്ള വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് അത്തരത്തിൽ നല്ല ഹെവി നോളജ് ഉണ്ടെങ്കിൽ ചെഗ് പോലുള്ള ഇതിൽ നിങ്ങൾക്ക് ഓരോ മണിക്കൂറിനും ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്തും 25 രൂപ, 30 രൂപ, 80 രൂപ, 90 രൂപ, 120 രൂപ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ കണ്ടൻറ് ക്രിയേഷനെ എന്താ പറയുക, ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ തന്നെ പല സെഗ്മെൻറ്റ്സ് ഉണ്ട്. കോഴ്സ് ക്രിയേഷൻ ചെയ്യാം, ഫ്രീ കണ്ടൻറ് ക്രിയേഷൻ ചെയ്യാം. ഫ്രീ കണ്ടൻറ് ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് വേറെ അഡ്വാൻറ്റേജും കൂടിയുണ്ട്. ചില സമയത്ത് ചില ബ്രാൻഡുകൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യും. ഈ ബ്രാൻഡുകളെ നിങ്ങളൊന്ന് എൻഡോസ് ചെയ്യുന്ന സമയത്ത് അതുവഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുമാനം കിട്ടും. അപ്പോൾ കണ്ടൻറ് ക്രിയേഷൻ എന്നുള്ളത് അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് എന്നുള്ളതും ഒരു സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സൂപ്പർ സെഗ്മെൻറ്റാണ്. മൂന്നാമത്തത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓഡിയൻസിനെ സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്യുകയാണ്. ഒരു മൊമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓഡിയൻസ് ടോപ്പായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങും. ആ ഗ്രോത്തിലാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൺസിസ്റ്റൻസിയാണ് ഇവിടെ വേണ്ടത്. ഒരു 5% ബ്രെയിനും 95% കൺസിസ്റ്റൻസിയുമാണ് നിങ്ങൾ കണ്ടൻറ് ക്രിയേഷനകത്ത് വേണ്ടത്. വളരെ നല്ല രീതിയിൽ നിങ്ങൾ കണ്ടൻറ് ക്രിയേഷൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻഗേജിങ് കണ്ടൻറ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും.
ഇനി നമ്മൾ മൂന്നാമത് പറയാൻ പോകുന്നത് ഇതിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള വേറൊരു നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു നാലാമതാണ് പറയാൻ പോകുന്നത്. നാലാമത് പറയാൻ പോകുന്നത് സൂപ്പറായിട്ടുള്ള വേറൊരു ബിസിനസ് ആശയമാണ്. അത് മറ്റൊന്നുമല്ല, അതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓഫ്ലൈൻ ഷോപ്പുകളുണ്ട്. ഇപ്പോഴും എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയാത്തതെന്നുള്ള ഒരുപാട് ഓഫ്ലൈൻ ഷോപ്പുകളുണ്ട്. ഓൺലൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. സ്വന്തമായിട്ട് വെബ്സൈറ്റ് അറിയില്ലാത്ത ആൾക്കാരുണ്ട്. നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷേ അത് ഓൺലൈനിൽ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം തീർച്ചയായിട്ടും. കാരണം നിങ്ങൾക്കത് ആ കഴിവ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് യൂട്യൂബ് വഴിയും നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും പഠിക്കുക. ഇത് ലൈവായിട്ട് ചെയ്ത് നോക്കി നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്ക് അതിനകത്ത് റിസൾട്ട് കിട്ടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരാളോട് അപ്രോച്ച് ചെയ്യാം. എനിക്ക് നിങ്ങളുടെ ഷോപ്പിൽ ഇത്ര ലീഡ്സ് ഒരു ദിവസം തരാൻ പറ്റും, എനിക്ക് നിങ്ങളുടെ ഷോപ്പിനെ ഇത്ര, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന് ഇത്ര ലൈക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും, നിങ്ങളുടെ ഫേസ്ബുക്ക് ഒരു 10,000 ആളെ എനിക്ക് ഇന്ന് കാണിക്കാൻ പറ്റും, അതിന് എമൗണ്ട് ആയിട്ടുള്ള ചാർജ് ഇത്രയാണ്, നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. കാരണം ഇന്നത്തെ കാലത്ത് ഓഫ്ലൈൻ ബിസിനസ്സുകളായിട്ടും ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഓൺലൈൻ ബിസിനസ്സുകളാണ്. അപ്പോൾ ഈ ഓൺലൈനിലെ ഒരു നീഡ് ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ആ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നോളജ് നിങ്ങൾ വേണം. ഈ നോളജ് നിങ്ങൾ ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള ആൾക്കാരെ ഔട്ട്സോഴ്സ് ചെയ്യാം. നിങ്ങൾ വർക്ക് എടുക്കുന്നു, ആ വർക്ക് നിങ്ങൾ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നു. അത്തരത്തിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ചെയ്യാം. വെബ്സൈറ്റ് ഡിസൈനിങ്, ലോഗോ ക്രിയേഷൻ, പോസ്റ്റർ ഡിസൈൻ, കണ്ടന്റ് ക്രിയേഷൻ, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് സർവീസ്, ഇതൊക്കെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ അഫിലിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വർക്ക് എടുക്കുന്നവർക്ക് കൊടുത്തിട്ട് തീർച്ചയായിട്ടും ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സ്ട്രാ റവന്യൂ ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇൻകം. അപ്പോൾ നമ്മൾ 4 ബിസിനസ് ആശയങ്ങൾ പറഞ്ഞു. ഇനി 5ാമത്തെ ബിസിനസ് ആശയമാണ് പറയുന്നത്. 5ാമത്തെ ബിസിനസ് ആശയം ഒരു അഡ്വർടൈസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആശയമാണ്. എന്താണ് അഡ്വർടൈസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആശയം എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, വാട്സപ്പ് വന്നതോടുകൂടി ഒരുപാട് ഡയറക്റ്റ് മെസ്സേജുകൾക്കുള്ള ഒരു കാലമാണ്. കാരണം നമുക്ക് കസ്റ്റമറെ ഒന്നെങ്കിലും അറിയിക്കണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നു, കോളും ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു മീഡിയമാണ് വാട്സപ്പ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി ഒരു സെഗ്മെൻറ്റുള്ള ഗ്രൂപ്പുകൾ, നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അറിയാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഒരു 10-200 ഗ്രൂപ്പുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വർടൈസേഴ്സിനെ അപ്രോച്ച് ചെയ്യാം. എന്നിട്ട് പറയാം, എൻ്റെ അടുത്ത് ഇത്ര ഓഡിയൻസ് ഓൾറെഡി അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു പോസ്റ്ററായിട്ട് തരൂ, ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യാം. നിങ്ങൾ എന്താ നടത്തുന്നത്? നിങ്ങളൊരു ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് ചാനലാണ് നടത്തുന്നത്. നിങ്ങൾക്ക് വാട്സപ്പ് വഴി ചെയ്യാം, അത് ടെലിഗ്രാം വഴി ചെയ്യാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വഴി ചെയ്യാം. അങ്ങനെ ഓൺലൈൻ അഡ്വർടൈസിൻ്റെ പേയ്മെൻറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ് പഴത്തെടുക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ 5ാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു സെഗ്മെൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ബിസിനസ്സിൻ്റെ ഒരു സെഗ്മെൻറ്റ് പറഞ്ഞു, അതേപോലെ ഇപ്പോൾ വേറൊരു ഡ്രസ് മെറ്റീരിയൽസിൻ്റെ സെഗ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രസ് മെറ്റീരിയൽസിൻ്റെ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഒരുപാട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നാളെ ഒരു ടെക്സ്റ്റൈൽ ഹോൾസെയിൽ അഡ്വർടൈസേഴ്സ് പറയുകയാണ്, എനിക്ക് കേരളത്തിലെ എല്ലാ ടെക്സ്റ്റൈൽസിന് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒരു മെസ്സേജ് എത്തിക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജ് ജെനുവിനാണ്, വാലിഡാണ്, കാര്യങ്ങൾ നല്ലതാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സർട്ടൻ എമൗണ്ട് അദ്ദേഹത്തിനടുത്ത് വാങ്ങി അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മറ്റാൾക്കാർക്ക് പാസ് ചെയ്യാം. അപ്പം ആസ് ആൻ അഡ്വർടൈസർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനും എന്ത് കിട്ടി, അദ്ദേഹത്തിന് പറയാൻ പോകേണ്ട വാല്യൂ ഫേസ്ബുക്കിന് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഈക്വൽ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓഡിയൻസ് വേണ്ട നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഓഡിയൻസ് ബിൽഡിങ്ങിൽ പോവുക. ഓഡിയൻസ് ബിൽഡ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ അഡ്വർടൈസേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതും ഒരു സൂപ്പർ ബിസിനസ് ആശയമാണ്. ഈ 5 ബിസിനസ് ആശയങ്ങളും 5 തരത്തിലാണ് ചെയ്യേണ്ടത്, 5 രീതിയിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലോ, നിങ്ങളൊരു സ്വന്തമായിട്ടൊരു ഫുൾ ടൈം ജോബ് നോക്കുന്ന ആൾക്കാരാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിലോ, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലോ, ഏതെങ്കിലും ഒരു ഇതിനകത്ത് ഉള്ള സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിക്കോസ് ഇറ്റ്സ് എ 0 ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾ ടൈമാണ് കൺസ്യൂം ചെയ്യുക. പക്ഷേ ടൈം ഒരു ഹാഫ് ആൻ അവറോ 1 അവർ ഒരു ദിവസം കൺസ്യൂം ചെയ്താൽ തന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പീരീഡിനകത്ത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ യു സ്റ്റാർട്ട് ഗെറ്റിംഗ് ദ റിസൾട്ട് ഇൻ ദ നെക്സ്റ്റ് മന്ത്സ്. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇമ്മീഡിയറ്റ് ഇൻകം പ്രതീക്ഷിച്ച് ചെയ്യരുത്. പക്ഷേ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു ഹ്യൂജ് ഇൻകം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആശയങ്ങളാണ് ഞാനിന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.